ഹായ് ഗായ്സ്, വെൽക്കം ടു ഫുഡ് സ്റ്റെപ്പ് ഡയറി ബൈ നൈന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ വിയറ്റ്നാമിൽ നാഷണൽ ഡേ ആണ്. അപ്പോൾ നമുക്ക് ഈ വീക്ക് ഫുള്ള് ഹോളിഡേയ്സ് ആണ്. അപ്പം നമ്മളൊരു ടൂർ പോകാനായിട്ട് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ ടൂർ പോകുന്നത് ഹാസാങ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ്. ആക്ച്വലി ഇത് ഒരു ചൈന ബോർഡർ വില്ലേജാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് ടൂർ പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഷോപ്പിംഗ് ഇൻ ദ സെൻസ് ദാറ്റ് വലിയ കാര്യമായിട്ടൊന്നുമല്ല, മെയിൻലി ഫുഡ് ഐറ്റംസ് ആണ്, ബ്രെഡ് പോലുള്ളത്. ബിക്കോസ് അതൊരു കംപ്ലീറ്റ്ലി ഒരു വിയറ്റ്നാമീസ് വില്ലേജ് ആയതുകൊണ്ട്, മാത്രമല്ല അധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് ഈ പിസ്സേറിയ അങ്ങനെയൊന്നും കൂടുതൽ ഇല്ലാത്തൊരു വില്ലേജ് ആയതുകൊണ്ട് വിയറ്റ്നാമീസ് ഫുഡായിരിക്കും നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ചില വിയറ്റ്നാമീസ് ഫുഡ് നമുക്ക് പിടിച്ചെന്ന് വരില്ല. അപ്പം അങ്ങനെ ഒരു റിസ്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ നമുക്ക് ഏതെങ്കിലും ഫുഡ് പിടിച്ചില്ലെങ്കിൽ കഴിക്കാനായിട്ട് നമ്മൾ ബ്രെഡും അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മാർട്ടാണ് വിൻ മാർട്ട് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള മാർട്ട് ചെയിൻസ് ആണ്. അപ്പം ഞാനും ശ്രീനിവാസും കൂടെയാണ് പോകുന്നത്. ഹാസാങ്ങിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഇതാണ് വിൻമാർട്ട്. ആക്ച്വലി നമ്മൾ ഇതൊരു എക്സ്പ്രസ് വേ ആണ്. ഈ എക്സ്പ്രസ് വേന്റെ ഓവർ ബ്രിഡ്ജാണ് ഇത്. ഓവർ ബ്രിഡ്ജിൽ കയറി ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ വിൻമാർട്ടാണ്. നാട്ടിലെ മോറൊക്കെ പോലത്തെ മാർട്ട് ചെയിൻസ് ആണ് വിൻമാർട്ട് എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ ഈ വിയറ്റ്നാമിൽ എവിടെ ചെന്നാലും വിൻമാർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വിൻമാർട്ട്, അതും ഇച്ചിരി വലിയ വിൻമാർട്ടാണിത്. നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ റോഡിൽ അധികം തിരക്കൊക്കെ ഒന്നും ഇല്ല. ബിൽഡിങ്സിലൊക്കെ വിയറ്റ്നാമീസ് ഫ്ലാഗ് അവർ വെച്ചേക്കുന്ന കണ്ടോ. റോഡിലാണ്, അതാണ് ഡിസ്റ്റർബൻസ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ബിൽഡിങ്സിലൊക്കെ ഈ വിയറ്റ്നാമീസ് ഫ്ലാഗ് അവർ തൂക്കുന്നത് മോസ്റ്റ് ഓഫ് ദി നാഷണൽ ഡേയ്സിൽ അങ്ങനെ അവർ ചെയ്യാറുണ്ട്. ഇങ്ങനെ അവരുടെ ബാൽക്കണിയിൽ ഇങ്ങനെ വിയറ്റ്നാമീസ് ഫ്ലാഗ് അവർ തൂക്കും. ശ്രീനിവാസ് കാർട്ടും കൊണ്ട് പോയിട്ടുണ്ട് മുമ്പില്. ആക്ച്വലി ഫ്രൂട്ട് സെക്ഷനിലോട്ടാണ് നമുക്ക് കൂടുതൽ പോകേണ്ടത്. ശ്രീനിവാസ് എന്തിനാണ് വെജിറ്റബിൾ സെക്ഷനിലോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കോട്ടൺ ബാഡാണ്. ടിഷ്യൂ വീട്ടിലിരിപ്പുണ്ട് അത്യാവശ്യത്തിന്. വെറ്റ് ടിഷ്യൂ വാങ്ങണം. എൻ്റെ വെറ്റ് ടിഷ്യൂ തീരാറായി. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ്. കണിവെള്ളരി വിഷു കഴിഞ്ഞപ്പോഴാണ് ഗായ്സ് ഇവിടെ കണിവെള്ളരിയൊക്കെ കിട്ടാൻ തുടങ്ങിയ. ഇവിടെ ബിയറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര വിലക്കുറവിൽ ഇവിടെ ബിയർ കിട്ടും. ആക്ച്വലി ഇവിടെ വാട്ടർ ബോട്ടിലിനേക്കാളും വിലക്കുറവിലാണ് ബിയർ കിട്ടുന്നത്. നൂഡിൽ വെറൈറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു 2 സെക്ഷൻ ഉണ്ട് കണ്ടാ. ഗെറ്റ് ഇൻ ടു ദിസ് ബിസ്ക്കറ്റ് സെക്ഷൻ. നമുക്ക് അത്യാവശ്യം വരുന്ന സാധനമാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ലോട്ടി ചോക്കോപ്പായ എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമ്മൾ മൈലോ മേടിച്ചിട്ടുണ്ട്. ചോക്കോപ്പായി, ബ്രെഡ്, പിന്നെ എൻ്റെ തലയിൽ വെക്കാൻ ചെറിയ ക്ലിപ്സ്, സിപ്പർ ലോക്ക്, വെറ്റ് ടിഷ്യൂസ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കുറച്ച് പാക്കിംഗ് ഒക്കെ ബാക്കിയുണ്ട്. നമ്മൾ പാക്ക് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:45. 7 മണിക്കാണ് നമുക്ക് പിക്കപ്പ്. ഇപ്പം നമുക്ക് കുറച്ച് നടക്കാറുണ്ട് പിക്കപ്പ് പോയിന്റിലേക്ക്. അവിടുന്ന് നമ്മൾ എല്ലാവരെയും പിക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് വേറൊരു കോമൺ പിക്ക് പോയിന്റ് ഉണ്ട്. ഹസാങ് പോകുന്ന ബസ്സിലേക്ക്. നമ്മൾ അവിടോട്ടാണ് ഫസ്റ്റ് പോകുന്നത്.
നമ്മളെ ഇവിടുന്ന് പിക്ക് ചെയ്യാനുള്ള വണ്ടിയൊക്കെ വന്നു. നമ്മൾ ഇവിടുന്ന് കയറുവാണ്. ഇനി ഇവിടുന്ന് നമുക്ക് പിക്കപ്പ് പോയിന്റിലേക്ക് ഹാസാങ്ങിന് പോകാനുള്ള പിക്കപ്പ് പോയിന്റിലേക്ക് പോണം. നമ്മളിപ്പോ ഹാസാങ് പോകാനുള്ള പിക്കപ്പ് പോയിന്റിൽ എത്തിയേക്കുവാണ്. അപ്പൊ ഇവിടുന്ന് നമ്മളെ ഹാസാങ് പോകാനുള്ള ബസ് ഇങ്ങോട്ടേക്ക് വരും എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പ്രൈവറ്റ് സ്ലീപ്പർ ബസ്സിൽ കയറിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ സ്ലീപ്പർ സെക്ഷൻസ് ആണുള്ളത്. അപ്പം എൻ്റെ സ്ലീപ്പർ സെക്ഷനിൽ ഞാനിരുന്നു. ശ്രീനിവാസിൻ്റെ സ്ലീപ്പർ സെക്ഷനിൽ ശ്രീനിവാസ് പോയിട്ടുണ്ട്. ബസ് പെട്ടെന്നാണ് വന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് സ്ലീപ്പർ ബസ്സിൽ കയറിയേക്കുവാണ്. പക്ഷെ ബസ് വരുന്നതും ബസ്സിൽ കയറുന്നതിൻ്റെ ഒക്കെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് വന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിപ്പോയി. ഇനി നമ്മുടെ ഒരു 8 മണിക്കൂർ 9 to ഹാസാങ് 8 hours ആണ് ട്രാവൽ ടൈം. ഒരു 8 മണിക്കൂർ നമുക്ക് സ്ലീപ്പറിൽ തന്നെയായിരിക്കും നമ്മുടെ ജേർണി എന്ന് പറയുന്നത്. പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ ഒരു ചെറിയ ചത്തൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴ കൂടി. ഇപ്പം സമയം ഏകദേശം ഒരു 12 മണിയായി. ഇപ്പോൾ എനിക്കിവിടെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. വഴിയിൽ ഇങ്ങനെ ഒരു റിഫ്രഷിങ് സെൻറ്ററിൽ നിർത്തിയിട്ട് നാക്കൊക്കെ കുഴയുന്നു, ഉറക്കം വരുന്നുണ്ട്. റിഫ്രഷിങ് സെൻറ്ററിലൊക്കെ നിർത്തിയിട്ട് പോകുന്ന പോക്കാണ്. 2:30 സമയമായപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഹാസാങ്ങിൽ. ഇനി നമ്മളെ ഇവിടുന്ന് റൂമിലേക്ക് കൊണ്ടുപോകും. തേർഡ് ഫ്ലോർ ഓവർലോഡ് അങ്ങനെ നമ്മൾ റൂമിനകത്ത് വന്നു. ഒരു 2-2:45 ആയപ്പോഴത്തേനും നമ്മൾ ഹാസാങ്ങിൽ എത്തിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 1 minute വാക്കേ ഉള്ളായിരുന്നു നമുക്ക് ഹോം സ്റ്റേയിൽ. ആക്ച്വലി ദിസ് ഈസ് എ ഹോസ്റ്റൽ. റൂമൊക്കെ നല്ലതായിട്ടുണ്ട്. 2 സിംഗിൾ കോട്ട് ഉള്ള റൂമാണ്. ബാത്റൂമും അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ബാത്റൂമാണ്. ഫെസിലിറ്റി ഇൻ ദ സെൻസ് നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. സോ ഒരാളിവിടെ AC സെറ്റ് ചെയ്യാണ്. അതില്ല, ഇതില് 2 കാണിക്കുന്നു. AC ഒന്ന് കാണിച്ചേ. 81 ഡിഗ്രി മോഡ് ചേഞ്ച് ചെയ്യണം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഓൾറെഡി 8 o'clock ആയി. രാവിലെ ഇപ്പോഴാണ് എണീറ്റത്. നമുക്ക് 9 o'clock വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് താഴോട്ട് പോകണം. 9:15 ആകുമ്പോഴത്തേനും നമ്മുടെ വണ്ടി വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ. ഞങ്ങൾ എങ്ങനെ റെഡി ആയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം 8:45 തോന്നുന്ന ടൈം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ടേക്ക് പോവാണ്. അപ്പോൾ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ആയാൽ നന്നായിരുന്നു. വന്നപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഫുഡൊക്കെ തീർന്നു. നമ്മളൊരു ബ്രെഡ് ഓംലെറ്റ് എടുത്തു, ഒരു ബാവ ബൺ എടുത്തു,
കുക്കുംബർ സ്ലൈസസ്. ഇത് വന്നിട്ട് മൈദ വെച്ചുണ്ടാക്കിയത് പാൻ കേക്ക്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ബ്രെഡ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബോയിൽഡ് എഗ് വന്നത്. പ്രഭീഷേട്ടനാണ് എല്ലാവർക്കും മുട്ട പൊട്ടിച്ചു കൊടുക്കുന്നത്. എനിക്കും നമ്മുടെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇറങ്ങാൻ പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ ഈ 9 പേര്, അതായത് 3 ഫാമിലി കൂട്ടി 9 പേര്. നമുക്ക് 9 പേർക്കും കൂടെ ഈ ഒരു വണ്ടി വേണം. പോകുന്നതിന് മുന്നേ ഹസാങ്ങിന്റെ ഒരു ചെറിയ ഔട്ട്ലുക്ക്, ഒരു മാപ്പ് നമുക്ക് കാണിച്ചു തരും. അതിലാണ് നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു തരുന്നത്. You know singing, karaoke. Yeah, singing. Okay. Singing karaoke tonight, every night for you. Okay. Today or tomorrow night, that karaoke for you. Okay. നമ്മൾ പോകുന്നതിൻ്റെ ഇന്നത്തെ നമ്മുടെ ഐറ്റിനറി നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണിത്. In the tour, not to go to there, because they are not easy in time. We go to the Then viewpoint. I think we need to go there. We want to go there. Yeah. Okay. For you, yeah. Okay. Go to the food class and go to come back to the class. It's part of one of the part in Vietnam. Tomorrow morning. Okay. So you will take a picture in the Mapea Park. Okay. In here you can, in the Mapea Park, you can see the border with China. Okay. Border with China. Oh, okay. Tomorrow morning. See the river. Sunday, river. Yeah. Okay, boating tomorrow. See, Snowcray river. Snowcray, yeah. Boating. No, we Yeah, are. after Mapea Park. Okay. We can take the boat to the river. Okay. After the, about 40 minutes. 40 minutes. Yeah. Okay. After that, we I go go to in the Malaysia. to have that in the Okay. lunch. Okay. Tomorrow. But we need the lunch. We have to do that. Tomorrow night we can sleep in our homestay in Azusa. Okay. Then how viewpoint? Okay. What is Bathian? Yeah, waterfall, yeah. We go, right? We go waterfall. Yeah. Okay. And for you to go to waterfall. Okay. After that, we go back to Hana, finish the tour. Okay. Finish the tour. Okay. On the third day, we have finished the tour about 11 p.m. 11:30. 11:30 a.m. 10:30 a.m. You will take the bus. They have lunch for you. So from here we take the bus or back here, right? Back here. Here we go back. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറുവാണ്. ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ആണ് അടുത്ത നമ്മുടെ സ്പോട്ടിലേക്ക്, ഫസ്റ്റ് സ്പോട്ടിലേക്കുള്ള ട്രാവൽ ടൈം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഹസാങ് എക്സ്പ്ലോറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഹസാങ് ഇറങ്ങാനായിട്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ബൈ, സീ യു ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.